നാട്ടിൻപുറത്തെ കൈത്തോടുകൾ വരെ വറ്റി വരണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളമില്ല നോക്കി. നമ്മളിപ്പം തീക്കോയിന്ന് ഇറങ്ങിയിട്ടേ ഇതാ പൂഞ്ഞാറ് പോകുന്ന വഴിക്കാണേ. ഇവിടെ ഒരു ചെറിയ കലുങ്ക് പാലമൊക്കെ കിട്ടി. ഇവിടുന്ന് മുന്നോട്ടാണ് പോകുന്നത്. ഇതിലേ പോയി കുറച്ച് നാട്ടിൻപുറം കാഴ്ചകളൊക്കെ കണ്ടുവരാം. അപ്പോഴേ നമ്മളിപ്പം ഒറ്റയെട്ടി കാഴ്ചകളൊക്കെ കണ്ട് താഴോട്ടിറങ്ങി വന്ന് ഇപ്പം തീക്കോയിന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നിട്ട് പൂഞ്ഞാറ് പോകുന്ന വഴിക്കാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ ആ ഒറ്റയെട്ടീന് മുകളിൽ കാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറി പോയപ്പോഴേ അവിടെ മറ്റൊരു കാഴ്ച കൂടെ ഉണ്ടായിരുന്നേ. ഒരു ചെറിയ ഫാം, ഒട്ടകം, കുതിര, കഴുത, യമു, താറാവ് അങ്ങനെയുള്ള. ഞാനെന്നാൽ അതും കൂടെ ആ കാഴ്ച അതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി ചെന്നതാണേ. അപ്പോൾ ഉണ്ടല്ലോ, അവരെന്നോട് ചോദിച്ചു സബ്ബൊക്കെ എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 9,000 ഉള്ളൂ. ആദ്യം കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞവരാണ്. 9,000 സബ്ബുള്ളെന്ന് പറഞ്ഞ ഉടനെ അവർ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ വരുമോയെന്ന് ചോദിച്ചേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശിച്ചല്ല വന്നേ. ഗ്രാമക്കാഴ്ചകൾ ആ കൂട്ടത്തിൽ ഇതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി പറയാന്നേ ഇവിടെ കുറച്ചുകൂടെ പണി നടക്കാനുണ്ടേ, പിന്നെ എടുക്കാമെന്ന്. അപ്പം നാട്ടിലുള്ള ആ ഒറ്റയിട്ടിയൊക്കെ ഉള്ള കുറേ ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നതേ. പക്ഷേ അത് എന്തോ അത് സെറ്റപ്പായില്ല കേട്ടോ. നമ്മളാരുടെ ഒരു പ്രോപ്പർട്ടി ഒന്നും കാണിക്കാനും പരിപാടിക്കൊന്നും ഇപ്പോൾ പോകുന്നില്ലേ. പിന്നെ അവിടെ നാട്ടുകാരും കൂടെ പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ കയറി പോയതാണ്. പക്ഷേ അത് നടത്തുന്ന ആൾക്കാർ അവിടെ ഉള്ള ആൾക്കാരല്ല, പുറത്തുനിന്ന് നടത്തുന്ന ആൾക്കാരാണ്. അവരെന്തോ യൂട്യൂബിലിട്ടാൽ വലിയ സംഭവമായിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ്. നമ്മളങ്ങനെ ആരുടെയും പ്രോപ്പർട്ടിയുടെ ഒന്നും ഇപ്പം കുറേ ആയിട്ട് അങ്ങനെ എടുക്കാൻ പോകുന്നില്ല. അപൂർവം ചില ഗ്രാമങ്ങളോ അതും ഇതൊക്കെ ഇങ്ങനെ കാണിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു കേട്ടപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷം പോലെ വന്നു. എങ്കിലും സാരമില്ല, അങ്ങനെ ഓരോ അനുഭവം കൊണ്ടാണല്ലോ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇനിമേൽ ഒരാളുടെയും ഒരു സംഭവമൊന്നും നമ്മൾ എടുക്കാൻ പോകാതിരുന്നാൽ മതിയല്ലോ. അപ്പോൾ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഉണ്ടായ ഒരു അനുഭവം ആ വീഡിയോയിൽ പറഞ്ഞില്ല, ഈ വീഡിയോയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളേ. അപ്പോൾ ഈ വഴിയൊക്കെ ഇപ്പോൾ കുറേ നന്നാക്കി കേട്ടോ. നേരത്തെ പോയി കിടന്നൊരു വഴിയായിരുന്നേ. എന്തായാലും കുറേ നന്നാക്കി. ഇവിടെ കുറേ തണലൊക്കെ ഉണ്ട്, റബ്ബറൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയുള്ള കൊച്ചു കൊച്ചു വീടുകളൊക്കെ കാണാം കേട്ടോ. എനിക്ക് നാട്ടിൻപുറത്തെ റബ്ബർ തോട്ടത്തിൽ കൂടെയുള്ള യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല തണുപ്പൊക്കെ ഉണ്ട് വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ. പിന്നെ കുറേ വഴിക്കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോകാമല്ലോ. ഈ ഭാഗത്തൊക്കെ താമസിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്തേക്കണേ. നമ്മൾ ഈ വഴിയൊക്കെ നിങ്ങളുടെ നാടൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴേ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ജനിച്ചു വളർന്ന പഴയ നാടൊക്കെ കാണാനൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവൂലേ. കണ്ടോ, ഇവിടെ നല്ല അടഞ്ഞ റബ്ബർ തോട്ടങ്ങളാണ്. ഉള്ളോട്ടിൻ്റെ ഒരു കയറ്റമാണെന്ന് തോന്നുന്നു, മൊത്തത്തിൽ കയറ്റമാണ്. അവിടെ ഒരു കയറ്റവും വളവും എല്ലാം കൂടെ ആയിരുന്നേ, ഭയങ്കര വളവും. ഇവിടെ റോഡ് കുറേ പേച്ച് വർക്ക് അടിച്ചിട്ടേക്കും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ ഇലക്ഷനൊക്കെ വന്നപ്പോഴേ എല്ലാ ഭാഗത്തും കുറേ വർക്കുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കാഴ്ച ആണ് കേട്ടോ. പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കലൊക്കെ. കിണർ, അതിനോട് ചേർന്നൊരു ഷീറ്റ് വരയാണ് ഇത് കന്നാലിക്കൂടാണ് കേട്ടോ. പഴയ മോഡൽ കന്നാലിക്കൂട്. ഇപ്പുറത്തെ ചാണകമൊക്കെ വീഴുന്ന കുഴിയൊക്കെ. ഇതൊക്കെ ഇപ്പോൾ അപൂർവം കാഴ്ചകളായി മാറിയിരിക്കുക. അങ്ങനത്തെ സംഭവങ്ങളില്ലേ ഇല്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു സ്മാരകമായിട്ടിങ്ങനെ വഴിയിൽ നമുക്ക് കാണാം. ഞാൻ എത്തിയില്ല. മഴക്കാലത്തൊക്കെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല വെള്ളമൊഴുക്കുള്ള സ്ഥലമാണേ. ഇപ്പം നോക്കിയേ, മൊത്തം വറ്റി വരണ്ട് കിടക്കുക കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഗ്രാമഭംഗി കാണണമെങ്കിൽ നാട്ടിൻപുറം വരണമെന്ന് പറഞ്ഞ പോലെ അല്ലേ. നാട്ടിൻപുറം കാഴ്ചകൾ വേറെ, ഇടുക്കി കാഴ്ചകൾ വേറെ, അങ്ങനല്ലേ. പൂഞ്ഞാറ് താഴെ ടൗണിലോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മേളിലോട്ട് പോവാണേ. പൂഞ്ഞാറിലേക്ക് ഒഴുകി വരുന്നൊരു പുഴ ഉണ്ടോ. പുഴയെല്ലാം വറ്റി വരണ്ട് കിടക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പാലമൊക്കെ ഉണ്ടേ. നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി പോയാലോ, കുറച്ച് തണുപ്പൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഇതാണ് ആ പുഴയിലോട്ട് ഇറങ്ങുന്ന വഴി കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയുണ്ടാക്കിയ പാലമല്ലേ.
വെള്ളമൊക്കെ വറ്റി കിടക്കുന്ന പുഴമുണ്ടോ, മുഴുവൻ കല്ലിനും കുഴികളാണേ. വെള്ളമെന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കുഴികളിലൊക്കെ കുറേ വെള്ളമുണ്ട്. പുഴയുടെ സൈഡൊക്കെ ഇറക്കി കെട്ടുന്നുണ്ട് കേട്ടോ, വെള്ളം കയറി അടിക്കാതിരിക്കാൻ. താഴോട്ടൊന്നും ഇറങ്ങത്തില്ല കേട്ടോ, അവിടെയൊക്കെ ആൾക്കാരിരിപ്പുണ്ടേ. ഇനിയിപ്പം നമ്മൾ അവരുടെ ഇതിലേക്ക് പോയി വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും കയറി പോന്നു കേട്ടോ. ഈ വഴി എങ്ങോട്ടാ പോകണമെന്നറിയില്ല, ഇതാരെങ്കിലും ചോദിക്കണം. ബസ് വരുന്നുണ്ട്. ഇതിങ്ങനെ കുറേ ദൂരം പോകാനാണ് തോന്നുന്നു കേട്ടോ. നേരത്തെ നമ്മൾ ഈ വഴിക്ക് വന്നിട്ടുണ്ടോ അതിനെപ്പറ്റി എനിക്കൊരു പിടി കിട്ടുന്നില്ല. അതൊരു പോകുന്നവരോട് ചോദിച്ചു നോക്കാം. ഈ വഴിയെപ്പോഴുള്ള അടിവാരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ആയിരുന്നു. വാഴക്കൃഷിയും തേനീച്ച കൃഷിയുമാണ്. അങ്ങോട്ട് പറയുമ്പോൾ റബ്ബർ കാട്ടിലോട്ടുള്ള യാത്രയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യാത്ര. നല്ല തണുപ്പൊക്കെ കിട്ടും വെയിലുള്ള സമയത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഈ അടിവാരം കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഇവിടുന്ന്. അടിപൊളി കാഴ്ച അല്ലേ, എന്താ രസം. ഫുള്ള് റബ്ബർ തോട്ടം, നല്ല റോഡുമാണ്. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. നല്ല റോഡ് കണ്ടാൽ നമ്മൾ നല്ല റോഡാന്ന് പറയും, ചീത്ത റോഡ് കണ്ടാൽ ചീത്ത റോഡാന്ന് പറയും. ഇടയ്ക്ക് നമ്മൾ ഏതോ റോഡിൻ്റെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചതിന് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ റോഡ് കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. കൊള്ളത്തില്ലാത്ത റോഡ് കൊള്ളത്തില്ല എന്നല്ല പിന്നെ ഞാൻ എങ്ങനെ പറയാനാണ് പറഞ്ഞത്. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റോഡ് നല്ല അടിപൊളി റോഡല്ലേ. ഇവിടെ ഒരു കെട്ടിടമൊക്കെ കാണുന്നുണ്ടേ, വീടാന്ന് തോന്നുന്നു അല്ലേ. ഞാനായോ ഇത് കടയോ അങ്ങനത്തെ എന്തെങ്കിലും. റോഡ് കുറേ ദൂരം ഉണ്ട് കേട്ടോ. ഈ വഴിക്ക് ഞാനങ്ങനെ വന്നിട്ടില്ലേ. പച്ചപ്പിനുള്ളിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് ഇരിക്കുന്നു നോക്കിയേ. ഇപ്പോഴാണ് എനിക്ക് ഈ വഴി പിടികിട്ടെ. ഇതിലെ പോയാൽ നമുക്ക് ആ കൈപ്പള്ളി ഭാഗത്തേക്ക് പോയി കയറാൻ പറ്റുമേ. കൈപ്പള്ളിക്ക് താഴെയുള്ള അടിവാരം എന്ന് പറയുന്ന സ്ഥലം ഇത് കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരേണ്ടി വരും, അല്ലെ ആ മുതുമല മുഴുവൻ വലിഞ്ഞ് കയറേണ്ടി വരും. അവിടുന്ന് അപ്പുറത്തോട്ടുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ അന്യായ ഇറക്കവും. പെരിങ്ങളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ നമ്മൾ എത്തി കേട്ടോ. ഇവിടെ അപ്പുറത്തൊരു പള്ളിയൊക്കെ ഉണ്ട്. പെരിങ്ങളത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ അതിലെ അങ്ങോട്ടേക്ക് പെരിങ്ങളം പള്ളി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു ആർച്ച് അല്ല അത് സ്കൂളിലോട്ട് ഇറങ്ങുന്ന വഴി കേട്ടോ. അതിലെ ഇങ്ങനെ കയറിയിട്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ട് അത്. ഇവിടെ സ്കൂളൊക്കെ കാണാവേ, സ്കൂളിൻ്റെ ഭാഗങ്ങളൊക്കെ. പെരിങ്ങളം പള്ളി അപ്പുറത്താണ്, അത് അവിടെ കാണാം. ഈ സ്കൂളിനൊക്കെ നല്ല പഴക്കം കാണുമല്ലേ പെരിങ്ങളം. പെരിങ്കുളമാണ് കേട്ടോ, പെരിങ്കുളം പള്ളിയാണ് ആ മോളിൽ കാണുന്നത്. ഇവിടെ ഈ ലോറി ഇങ്ങനെ നടക്കാതെ ശരിക്കും കാണാൻ മേല. ആ കാണുന്നതാണ് പള്ളി. പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് പെരിങ്കുളം ടൗണൊക്കെ കാണാം. പഴയ മോഡലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് കണ്ടുപോലത്തെ. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡൊക്കെ ഉണ്ടേ കണ്ടോ. കണ്ടോ അവർ ഒട്ടുപാലൊക്കെ നിറച്ച ചാക്ക് ഇങ്ങനെ ലോറിയിലേക്ക് ലോഡ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പെരിങ്കുളം പോസ്റ്റ് ഓഫീസ്. പിന്നെ ഇതിലേ പോയാൽ നമുക്ക് കൈപ്പള്ളിക്ക് പോകാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അതിലൊരു മാടക്കടയൊക്കെ ഉണ്ട് ആ സൈഡിൽ. പിന്നെ ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട്. പുഴയിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം. വരുമായിരുന്നു, നല്ല പൂക്കളൊക്കെ ആണല്ലോ. കടയുടെ ഒരു ഐശ്വര്യം അല്ലേ, തയ്യക്കടയല്ലേ. ആ തയ്യലില്ലേ ഇന്ന്? അത് ശരി. ആയിരുന്നല്ലേ, ആയിക്കോട്ടെ. നമുക്ക് ഇവിടെ പുഴയിൽ വെള്ളമുണ്ട് കേട്ടോ. താഴെ വെള്ളം അങ്ങനെ ഇല്ലായിരുന്നേ, ഇവിടെ വെള്ളമുണ്ട്. ചേച്ചിയോട് പേര് ചോദിക്കാൻ മറന്നുപോയി. ഇവിടെ പുഴയിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഇത് നോക്കി, നല്ല തണുത്ത വെള്ളമാണ്. ചെറുതൊരു ആട്ടം വെച്ച് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നത്. ഇതങ്ങ് കൈപ്പള്ളിയുടെ മോളിൽ നിന്നൊക്കെ ആരംഭിച്ച് വരുന്ന പുഴയാണേ. കണ്ടോ വെള്ളം കിടക്കുന്നത്. അവിടെ ഒരു നീർക്കാക്ക ഇരിപ്പുണ്ട് മീനെ പിടിക്കാൻ വേണ്ടി. അത് നോക്കിയിട്ട് മീനിനെ ഒന്നും കണ്ടില്ല എന്ന് തോന്നുന്നു. കൊള്ളാം.
അപ്പോൾ ഈ ഇതിലെ അങ്ങനെ കയറിപ്പോയാൽ നമുക്ക് കൈപ്പള്ളിക്ക് ചെല്ലാൻ പറ്റും കേട്ടോ. പക്ഷേ കൈപ്പള്ളിക്ക് നമ്മൾ നേരത്തെയൊക്കെ പോയിട്ടുള്ള കാരണം ഇനിയിപ്പോൾ പോകാനൊരു വലിയ താല്പര്യം ഇല്ല കേട്ടോ. ഈ ഭാഗമൊന്നും നമ്മളങ്ങനെ ഈ പെരുങ്കുളമൊന്നും ഇറങ്ങി വന്നിട്ടില്ലായിരുന്നേ. അവിടെ അത് മുകളിൽ മടമാണ് കേട്ടോ, മടത്തിലോട്ടൊക്കെ പോകുന്ന വഴിയാണേ. ഇതിലെ ഇങ്ങനെ അങ്ങോട്ടേക്ക് വീടുകളിലോട്ടൊക്കെ പോകുന്ന വഴിയാണെന്ന് തോന്നിയത്. ആ പള്ളി അങ്ങ് ദൂരെ കാണാം കേട്ടോ. ഈ കടയിലാണ് നല്ല നാടൻ പഴമൊക്കെ കിടപ്പുണ്ട് കേട്ടോ, ഞാലിപ്പൂവൻ പഴം. ഈ ചെറുപഴം കുറച്ച് തന്നേ. നമ്മൾ പഴം കിടന്ന കടയിലെ ചേട്ടനെ പരിചയപ്പെട്ടു കേട്ടോ. ഞാനും ഇച്ചിരി പഴമൊക്കെ മേടിച്ചു തന്നേ. നല്ല ചൂടല്ലേ, അത് കാരണം. എന്നാ ചേട്ടാ പേരൊക്കെ? ജോണി. ഇവിടെ തന്നെ ഉള്ള ആളാണ്? തൊട്ടപ്പുറ. ഇവിടെ തന്നെ ജനിച്ചോളണം അല്ലേ? കച്ചവട പരിപാടി? കിണർ പണിയാണോ? പിന്നെ കട? പണിയുള്ളപ്പോൾ പോവും. പുള്ളിക്കാരത്ത് നിൽക്കും അല്ലേ? ഞാനിങ്ങനെ കുറേ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന് യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടൊക്കെ പോയേക്കാലോ എന്ന് വിചാരിച്ചങ്ങനെ. പെരുങ്കുളം ചെറിയൊരു സിറ്റിയാണ്, അതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇതെല്ലാം കൂടുതലും ഈ ഓടിട്ട കെട്ടിടങ്ങളാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ പാർക്ക കെട്ടിടങ്ങളും ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കി, അവിടെ എല്ലാം അങ്ങനത്തെ കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. പെരുങ്കുളത്ത് നിന്ന് നമ്മളിനി അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇതൊക്കെ പെരുങ്കുളമാണ്, പെരുങ്കുളം ഭാഗം. കൈപ്പള്ളി എന്തയാറൊക്കെ ഈ വലത്തോട്ട് കേട്ടോ. അപ്പോൾ നേരെ മുന്നോട്ടൊരു വഴിയുണ്ടല്ലോ, അതെങ്ങോട്ടാ പോലും. അപ്പോൾ ഇവിടുന്ന് വഴി അതാ ആ പോകുന്ന വഴിക്ക് കൈപ്പള്ളി ഒക്കെ പോകാം കേട്ടോ, എന്തയാറൊക്കെ. പിന്നെ ഇങ്ങോട്ട് മുന്നോട്ടൊരു വഴിയുണ്ടല്ലേ, ഇതാണ് അടിവാരം പോകുന്ന വഴി. നമുക്ക് അടിവാരം വരെ പോയി വരാം കേട്ടോ. നമ്മൾ അടിവാരം പോകാമെന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത്. അങ്ങനെ പോവാം. പഴയകാല കടകളൊക്കെ അടിവാരം പോകുന്ന വഴി വീതി കുറഞ്ഞൊരു വഴിയാണേ, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു വഴിയാണ്. ഇവിടെ തന്നെ ഒരു നല്ല പച്ചപ്പ് പച്ചപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടിനി കൂടുതൽ റബ്ബർ കാടുകളാണ്. സൈഡിലൊക്കെ നല്ല മഞ്ഞപ്പൂക്കളൊക്കെ നിൽക്കുന്നുണ്ടോ. അടിവാരം എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ആ ഒരു മലയൊക്കെ കേട്ടോ അങ്ങ് മണ്ടയ്ക്ക്. അടിവാരം എത്തിയില്ല. ഇവിടെ വഴി സൈഡിൽ കണ്ടൊന്ന് ചെറിയ കടകളൊക്കെയാണ്. അത് കണ്ടപ്പോൾ ഞാനാദ്യം വിചാരിച്ചു അടിവാരം എത്തിയെന്ന്. ഇതല്ലല്ലോ അടിവാരം. ഇവിടെയൊക്കെ വഴി സൈഡിലൊക്കെ ഒത്തിരി പഴയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. പഴയ വാർക്ക വീടുകൾ അങ്ങനെയെല്ലാം ഉണ്ട്. പുറകിലൊരു സ്കൂട്ടി കയറി പോകുന്നുണ്ടായിരുന്നു. പുറകിൽ നിന്ന് ഭയങ്കര ഓണടി. എന്തായാലും അടിവാരം വരെ പോവാല്ലേ. പക്ഷെ അടിവാരം എന്ന് പറഞ്ഞിട്ട് കയറ്റവാരമാണ് ഇത്. കയറ്റമാണല്ലോ മുകളിലോട്ട്. ഇത് നോക്കിയേ, ഇവിടെ ഒരു കുരിശുതൊട്ടിയൊക്കെ ഉണ്ട്. ഉടുമ്പനക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് മുകളിലുണ്ട്. ഇതാണോ അടിവാരം? നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കൊടയുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണേ. അപ്പം ഞാൻ ഇത് അടിവാരമല്ല. ഇവിടുന്ന് മുന്നേ കുറച്ചുകൂടെ മുകളിലോട്ട് പോകണം അടിവാരത്തിന്. അപ്പം ഞാൻ ഇവിടെ ചേട്ടനെ കണ്ടു. ചേട്ടനോട് ചോദിക്കായിരുന്നു, ചേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേരെന്നോട് പറഞ്ഞേ? കൊടയുരുട്ടി അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? സോമൻ. ഇവിടെ തന്നെ ഉള്ളതാണോ? എവിടെ പോയതാ? പോവാ അല്ലേ? ഇപ്പോൾ ബസ് വരാനുണ്ടോ? ഇങ്ങോട്ട് ബസ്സുണ്ടല്ലേ? അടിവാരം വരെയുണ്ട്. ഇപ്പോൾ അവിടുന്ന് ബസ് ഇങ്ങോട്ട് വരാനുണ്ടോ? 3:15 ഇപ്പോൾ സമയം എത്രയായി? 2:50. അപ്പോൾ 10 മിനിറ്റ് കൂടെ കഴിയും. ഇത് മുകളിൽ തന്നെ? മുകളിലോട്ട് പള്ളിയാണോ? ഇത് കുരിശുപള്ളി തന്നെ? മറ്റേ മുകളത്തെ പള്ളിയുടെയാണോ? ഇവിടെ വേറെ പള്ളിയുണ്ടോ? പെരുങ്കുളം പള്ളിയുടെ കുരിശുപള്ളി അല്ലേ? ഇപ്പോൾ ഇവിടെ അധികം കടയൊന്നുമില്ല അല്ലേ? ശരി, ഞാൻ മുകളിൽ വരെ പോയിട്ട് വരാം, അടിവാരം വരെ. ഇനിയിപ്പോൾ മുകളിലോട്ട് ഇനിയും പോകാനുണ്ട് കേട്ടോ. 2 കിലോമീറ്റർ പോകണം ഇവിടുന്ന്, ഈ കൊടയുരുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അടിവാരത്തിന്. ഇങ്ങനെയുള്ള വഴിയാണ് നമുക്ക് വീഡിയോ എടുത്തുകൊണ്ട് പോകാം. വേറെ ഒരുപാട് വാഹനശൈലി ഇല്ലാത്തതുകൊണ്ട്. ഇതൊരു മലമൂട്ടിലോട്ടുള്ള യാത്രയാണ് കേട്ടോ. അടിവാരത്തിനൊക്കെ മുകൾ വശമാണ്. അപ്പുറത്തെ സൈഡ് വലത്തോട്ടൊക്കെയാണ് ഈ കൈപ്പള്ളിയൊക്കെ. ഇവിടെ എവിടെ നോക്കിയാലും PC യുടെ ഫോട്ടോയേ ഉള്ളൂ കേട്ടോ. എവിടെ നോക്കിയാലും PC യുടെ ആഗോളമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. പിന്നെ പുള്ളിയുടെ ഫോട്ടോ അല്ലേ കാണത്തുള്ളൂ.
അടിവാരം വരെ പോയി ഈ വീഡിയോ നിർത്താല്ലേ, അത് നടക്കുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല റോഡാട്ടോ പണിഞ്ഞേക്കുന്നത്. മുകളിൽ നിന്നൊരു ബസ് വരാനുണ്ടെന്ന് പറഞ്ഞായിരുന്നേ. നമ്മൾ കയറി ചെല്ലുമ്പോൾ ബസ് അവിടെ നിന്ന് പോരുമോ? ഒരു ചെറിയ ഗ്രാമത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ബസ്സൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ രസമല്ലേ. അവിടെ ഒരു പള്ളി സ്കൂളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം കൂടെ കുറേ കാഴ്ചകളൊക്കെ കാണാം. ഉള്ളോട്ട് ഭയങ്കര മലങ്കട്ടാണ്. ആ കയറ്റമെല്ലാം കയറി വന്നു കഴിയുമ്പോൾ ഒരു നിരപ്പ് കിട്ടും കേട്ടോ. കുറച്ച് തണലുള്ള സ്ഥലവും. ഇവിടുത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ വെയിലാണ് കേട്ടോ. വെയിൽ കണ്ടാൽ അത്ര വലിയ വെയിലായിട്ട് തോന്നില്ല, പക്ഷെ നല്ല ചൂടാണ്. എന്നാലും നമ്മൾ ഇതുപോലെ റബ്ബർ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി പോകുവാണെങ്കിൽ ഒരു ചെറിയ ആശ്വാസമൊക്കെ കിട്ടുമേ. ഇതുണ്ടോ വഴിയിലൊക്കെ വലിയ ആഞ്ഞിലിത്തടികൾ വെട്ടിക്കിട്ടിരിക്കുന്നു കേട്ടോ. ഇതൊക്കെ കയറ്റി പോകാതിരിക്കുക. ഇതൊക്കെ ഒരു 10 പീസ് ഉണ്ടെങ്കിൽ ഒരു ലോറിക്ക് ഒരു ലോഡാണ് കേട്ടോ. ഇത്രയും വലിപ്പമുണ്ട്, വണ്ണമുണ്ട് ഇതിനൊക്കെ. ആഞ്ഞിലിയൊക്കെ അപൂർവ കാഴ്ചകളാണ് ഇപ്പം. ചെറുപ്പത്തിലൊക്കെ ആഞ്ഞിലിയുടെ ചക്കയൊക്കെ പറിച്ച് നമ്മൾ ഒരുപാട് തിന്നിട്ടുണ്ട്. നല്ല മധുരം അതിന് പഴുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ കുറച്ച് ദൂരമായിട്ടും അടിവാരം എത്തിയില്ല കേട്ടോ. അവിടെ ഒരു 1-2 പഴയ കടകളൊക്കെ കാണാം, പക്ഷെ അത് അടിവാരത്തിൻ്റെ അല്ല. ഇത് അടിവാരത്തിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗമാണ് കേട്ടോ. ഇതുണ്ടോ പഴയ മോഡൽ കെട്ടിടങ്ങൾ. അടിവാരത്തെ തപാൽ ഓഫീസ് അത് തുറന്നിട്ടില്ല. അത് സമയം കഴിഞ്ഞ് അടച്ചു പോയതാണ്. 2 മണി വരെയല്ലേ ഉള്ളൂ. ഇപ്പോൾ 2:30-3 ആയി. ഇവിടെ ഒരു ഗാന്ധി പ്രതിമ. പിന്നെ ഇതാ ഇങ്ങനെ മുകളിലോട്ട് പോകണം. ഈ ആദ്യം ഇവിടെ കണ്ട കെട്ടിടം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചു കേട്ടോ. ഇതൊരു രമ്യ ടീ ഷോപ്പ്. ആദ്യകാലത്തെ ഒരു ചായക്കടയായിരുന്നു ഇത് കേട്ടോ. ഇപ്പോൾ തുറക്കലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു ബസ് വരുന്നു നോക്കി, കൊള്ളാം കേട്ടോ. ഏറ്റുമാനൂർ കോട്ടയത്തു നിന്ന് വരുന്ന വണ്ടിയാണ് അടിവാരത്തേക്ക് പോകുന്നത്. ഓ അടിവാരം എത്തി കേട്ടോ. ബസ് അവിടെ നിർത്തുവാണോ? അടിവാരം പള്ളിയുടെ ഭാഗമാണ് ഇവിടെ. നമ്മളവിടെ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അടിവാരം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയേ. അപ്പോൾ നമുക്ക് ഈ അടിവാരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. എന്നിട്ട് വീഡിയോ ലെങ്ത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ചിലപ്പം ഇവിടെ കൊണ്ട് ചിലപ്പം വീഡിയോ നിർത്തേണ്ടി വരുമായിരിക്കേ. ഏതായാലും നോക്കാം നമുക്ക്. അടിവാരം ടൗണിലെ മാതാവിൻ്റെ ഒരു കുരിശുംതൊട്ടിയൊക്കെ ഇവിടെ കാണാം നമുക്ക്. ഇതിന് മുകളിൽ പള്ളിയുണ്ട് കേട്ടോ. പള്ളി നമുക്ക് കാണാൻ പറ്റിയില്ല. അടിവാരം ജംഗ്ഷൻ താഴോട്ടാണല്ലേ. സ്കൂളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളതാ ആ വഴിക്കുന്നൊരു ബസ് കണ്ടില്ലേ. അവിടെ ഒരു കടയൊക്കെ ഉണ്ട്. പള്ളി അങ്ങ് മുകളിലാണ്. മുകളിൽ നിന്നൊക്കെ ആൾക്കാർ ആ വഴിക്കാന്ന് തോന്നുന്നു പള്ളിയിലോട്ടൊക്കെ ഇറങ്ങി പോകുന്നത്. അതിന് ഭംഗിയുള്ളൊരു സ്ഥലമല്ലേ. സെൻറ്റ് മേരീസ് LP സ്കൂൾ അടിവാരം. ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടിവാരം ഒത്തിരി വലിയൊരു ടൗണൊന്നുമല്ല, ഒരു ഉൾനാടൻ ഗ്രാമ കാഴ്ചകളാണ് ഇവിടെ കിട്ടുന്നത്. താഴെ ഒരു മഠമൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു വലിയ വീടൊക്കെ കാണാം കേട്ടോ. എന്തായാലും കാണാൻ ഒത്തിരി. അതാ പള്ളി കാണുന്നു കേട്ടോ. മുകളിൽ ആ കാണുന്നതാണ് പള്ളി. ഈ ആ പള്ളി ഇരിക്കുന്നുണ്ട്. ആ അത്രയും വലിയൊരു മലയുടെ അടിവാരത്തിലാണ് ആ പള്ളി ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അടിവാരം ജംഗ്ഷനിലെ കാഴ്ചകൾ. ഇവിടെ ഒരു കടയുണ്ട്, കൂൾ ബാറുണ്ട്, ചായ കോഫി ബാറൊക്കെ ഉണ്ട് കേട്ടോ. കുരിശുംതൊട്ടിക്ക് പുറകിലായിട്ടൊരു പൂമരമൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി നമുക്ക് അപ്പുറത്ത് ആ ഒരു പുഴയൊക്കെ ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇതെല്ലാം സ്കൂളിൻ്റെ ഭാഗമാണേ. വാഗയൊക്കെ പൂത്തു വരുന്നു. ചെറിയൊരു വാഗമരമാണല്ലോ, കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ആ വഴിക്ക് അങ്ങനെ പോയ ഇളങ്കാടിനൊക്കെ പോകാവേ. പക്ഷേ പഴയ ആ ഒരു മഴക്കാലത്തെ ഉരുളുവെട്ടലൊക്കെ ബാധിച്ചൊരു മേഖല ഇവിടെയും. ഈ പുഴയിലൊക്കെ വെള്ളമുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അതിലേ അങ്ങനെ ഒരു റോഡൊക്കെ പോകുന്നുണ്ട്. ഇതുണ്ടോ, ഈ പുഴയിൽ വെള്ളമില്ല, ഒട്ടും വെള്ളമില്ല കേട്ടോ. കല്ലല്ലൊക്കെ ഉണങ്ങിക്കിടക്കുക. നോക്കിയേ താഴോട്ടോടെ ഈ കല്ലിൻ്റെ കുഴികളിലുള്ള കുറച്ച് വെള്ളങ്ങളൊക്കെ ഉള്ളു കേട്ടോ. പക്ഷേ ആ ഉള്ള വെള്ളം നല്ല വെള്ളമാണേ. ഈ ഭാഗമൊക്കെ നല്ല പൂമരങ്ങളുടെ ഇടയിൽ കൂടെ ഒഴുകിപ്പോകുന്നൊരു പുഴയായിട്ട് നമുക്ക് കാണാം. ഇതും കൂടെ ചെന്ന് മീനച്ചിലാറിലൊക്കെ ചേരുവേ. ഇതെന്നാണെന്നറിയാമോ, നമ്മളിതിന് ഞെട്ടിപ്പന എന്ന് പറയും കേട്ടോ.
പണ്ടൊക്കെ നമ്മൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അമ്മയും അപ്പനും ഒക്കെ ഇതിൻ്റെ ഓലയൊക്കെ വെട്ടിയിട്ട് മെടഞ്ഞു കൊണ്ടുവന്നിട്ട് ഈ ഇടമറയൊക്കെ ചേർത്ത് പോയി പിന്നെ പെര മേയാനൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെ ഉപയോഗിക്കുന്നൊരു സംഭവം ഇത്. പന, ഒരുതരം പനയാണ് കാട്ടിനകത്തുള്ള. താഴെ ഏതാ സ്കൂളിൻ്റെ കാഴ്ചകൾ. മോളിൽ കണ്ടോ എത്ര മലയാണെന്ന് നോക്കിയാൽ 1, 2, 3 സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ മല കിടക്കുന്നത്. ആ മലയുടെ അടിവാരത്തിലാണ് ഈ ഒരു അതാണ് ഇതിന് അടിവാരം എന്ന് പേര് വന്നല്ലേ, ഈ മലകളുടെയൊക്കെ അടിവാരമായതുകൊണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മുന്നോട്ട് വഴിയൊക്കെ പോകുന്നുണ്ടേ. ഇതാണ് ഈ എളങ്കാടൊക്കെ പോകുന്ന വഴി എന്ന് പറയുന്നത്. ഇതിലേ കയറിയും പോകാം. പക്ഷേ റോഡ് മുന്നോട്ട് മോശം തന്നെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതിലേ പോകാൻ പറ്റില്ല. ഇതുകൊണ്ട് സ്റ്റെപ്പൊക്കെ വെട്ടിയിട്ടിരിക്കുന്നു. നോക്കി മുകളിൽ തോട്ടത്തിലോട്ടൊക്കെ കയറി പോകാൻ വേണ്ടി, റബ്ബർ തോട്ടത്തിലോട്ടെ. ഇവിടുന്ന് ഇതൊന്നും മാറ്റിയിട്ടില്ല ആരും. ഒരു പാറ നിൽക്കുന്നുണ്ടോ, ഭയങ്കരനൊരു പാറ. എങ്ങനെയാണ് വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഹൈപ്പൊക്കെ ചെയ്യുക, മറ്റുള്ളവരേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എനിക്ക് പറഞ്ഞാലും തെറ്റ് പറ്റി കേട്ടോ. നമ്മളെ പുറകിലോട്ടുള്ള കിടക്കുന്ന ഈ റോഡില്ലേ, അതെ കൈപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ, എളങ്കാട് പോകുന്ന അല്ലേ. പുറകിൽ ഇപ്പോൾ ഇതിലെ വന്നൊരു ചേട്ടനോട് ഞാൻ ചോദിച്ചേ. എന്തായാലും ഈ ഒരു ഭാഗം കാണാൻ നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള പുഴയും അങ്ങനെ വീടുകളും പിന്നെ സ്കൂള്, പള്ളി, ഈ കോട്ടയത്തിൻ്റെയൊക്കെ ഉൾഗ്രാമമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളെടുത്ത ആ ഒരു ഒറ്റയെട്ടിയുടെ കാഴ്ചകളില്ലേ, ഇതൊക്കെ ഒരുവിധം കുഴപ്പമില്ലാത്ത വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞാനല്ലോ തീരുമാനിക്കുന്നത്, കാണുന്നവരാണല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഹൈപ്പൊക്കെ ചെയ്യുക. ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.